ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൂലി മൂവിയിലെ ഐ ആം ദ ഡേഞ്ചർ എന്നുള്ള ലിറിക്കൽ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. അതെ, നാളെ കൂലി റിലീസ് ആവുകയാണ്. അതായത് ഇത്രയും വലിയ ഹൈപ്പ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് ഹൈപ്പാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞത്. രജനീകാന്ത് ചിത്രം, അതുപോലെ ലോകേഷ് കനകരാജ് രജനീകാന്ത് രണ്ടുപേരും കൂടെ ഒരുമിക്കുന്ന ആദ്യ ചിത്രം. അത് തന്നെയാണ് എന്റെ ഹൈലൈറ്റ് ഹൈപ്പ് എന്ന് പറയുന്നത്. ഇപ്പം റിലീസിന് മുന്നേ മ്യൂസിക് അനിരുദ്ധിന്റെ ആണ്. പിന്നെ റിലീസിന് മുന്നേ തന്നെ വേൾഡ് വൈഡ് 100 CR ഇതിനോടകം പ്രീസെയിൽ നേടിക്കഴിഞ്ഞ ചിത്രം. അപ്പം നാളെ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന രാവിലെ 6 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. ഏതായാലും അതിൻ്റെ ഒരു പുതിയ ലിറിക്കൽ സോങ് ആണ് ഇപ്പം അവർ പുറത്തു വിട്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ സോങ് കണ്ടിട്ട് വരാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന വീഡിയോയിലോട്ട് പോവാം. ഐ ആം ഡേഞ്ചർ അല്ലേ? ഐ ആം ദ ഡേഞ്ചർ എന്നാണ് സോങ്ങിന്റെ പേര്. സൂപ്പർ സ്റ്റാർ രജനി, വെറൈറ്റി കൂലി വെറൈറ്റി ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. ഇതിന്റെ പ്ലസ്സുകളിലൊന്ന് അനിരുദ്ധിന്റെ മ്യൂസിക്കാണ് അല്ലേ? പിന്നെ ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടർ യോഗേഷ്. ലുക്ക് വൈസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഡേഞ്ചറാണ്, സീനാണ്. റോക്സിന്റെ ബാക്കി അങ്ങനെയാണ്. ആ കത്തി കാണിച്ചത് നാഗാർജുന. I am the danger. നാഗാർജുനൻ. Hello. കൂലി. എന്തായാലും ഐ ആം ദ ഡേഞ്ചർ സൂപ്പർ ഡേഞ്ചർ സോങ് ആയിരുന്നു. ഇതിലിപ്പോ നാഗാർജുനയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന, സൗത്ത് ഇന്ത്യ മുഴുവൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി. അതിപ്പോൾ നാളെ വേൾഡ് വൈഡ് ഇറങ്ങിയാണ്.
അല്ലേ? കേരളത്തിൽ, തമിഴ്നാട്ടിൽ എപ്പോഴാണ് ഷോ എന്ന് അറിഞ്ഞിട്ട്, പക്ഷേ കേരളത്തിൽ 6 മണിക്കാണ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒട്ടുമിക്ക തിയേറ്ററിലെല്ലാം കാണും. അത്രയ്ക്കും അല്ലേ, മണിക്കൂറിൽ തന്നെ 30,000-ന് മേളിൽ പ്ലസ് ടിക്കറ്റാണ് മണിക്കൂറിൽ വിട്ടു പോകുന്നത്. അപ്പം ഇവിടെ എന്തായാലും ഒരു 8 അല്ലെങ്കിൽ 10 CR മേളിൽ പ്ലസ് കളക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ചിത്രം കൂടിയാണ് കൂലി. എന്തായാലും പുതിയ റെക്കോർഡുകൾ പിറക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും പിന്നെ നമ്മുടെ സൗബിനുണ്ട്, അതുപോലെ രജനീകാന്തിന്റെ പടം, ഡയറക്ടർ ലോകേഷ് കനകരാജ്, മ്യൂസിക് അനിരുദ്ധ്, തെലുങ്കുന്ന് നാഗാർജുന, പിന്നെ അമീർ ഖാൻ, അങ്ങനെ ബോളിവുഡില് ഉണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യ മൊത്തം അല്ലേ നല്ലൊരു കളക്ഷൻ നേടാനുള്ള വകുപ്പ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ GCCക്ക് ഇന്ത്യക്ക് പുറത്തുനിന്ന് തന്നെ നല്ലൊരു എമൗണ്ട്, അതായത് 50 കോടിക്ക് പുറത്തിപ്പോഴേ പ്രീ സെയിലിലൂടെ ചിത്രം നേടിക്കഴിഞ്ഞു. അപ്പം ഇനി ഫൈനൽ കളക്ഷൻ ഫസ്റ്റ് ഡേ മിക്കവാറും നല്ലൊരു അല്ലേ, ഏകദേശം ലിയോയുടെ അടുത്ത് അല്ലെങ്കിൽ ലിയോയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നാളെ പടത്തിന്റെ ഫസ്റ്റ് ഷോ കാണുമ്പോൾ അല്ലേ, അതിന്റെ ആ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ അറിയാം. ഒരു പോസിറ്റീവ് വന്നാൽ മതി, എന്തായാലും തൂക്കും. എന്തായാലും നമ്മളും പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അല്ലേ, നാളെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.